നമ്മള് നേരെ സൂ കാണാൻ പോവാണ്. ചെന്നൈയിലത്തെ സൂ. എവിടെയാണ് ഉള്ളത്? ഗിണ്ടി നാഷണൽ പാർക്ക്. ഗിണ്ടിയിലാണ്. ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കാണ്. പിന്നെ ചെന്നൈ എന്നൊക്കെ പറച്ചിൽ തന്നെ ഉള്ളു, ഫുള്ള് ബ്ലോക്കാ. ഓക്കെ, ഇതില് പേപ്പട്ട കൊണ്ട് വെക്കാനാ വണ്ടി. കാല് കുത്താൻ സ്ഥലം ഉണ്ട്, കുഴപ്പമില്ല. നിങ്ങൾ ഫോൺ വിളിക്കാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്? ഓ, എനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. അപ്പോഴേക്ക് ലൈന് വിളിച്ചു, ചെക്കൻ ഫോണിലായി. എന്തോ കാട്ടുണ്ട് കേട്ടോ വായ വെച്ചിട്ട്. തുടങ്ങിണ്ട്, ആശാൻ തുടങ്ങിണ്ട്. മുതലേനെ കാണാനൊന്നും സമയമില്ല. എന്താ ഗോൾഡൻ ജാക്കിൽ ഇവിടെ നല്ല മൂത്രമാണ് കേട്ടോ. ഇത് നന്നായി മൂത്രം ഒഴിക്കുന്നു മനസ്സിലായിട്ടുണ്ട്. എന്റെ മോനെ നിക്കാൻ പറ്റണില്ല. എങ്ങനെയുണ്ട്? കുട്ടി പേടിച്ചു പോയി. അടുത്തും ഇത് തന്നെയാ. എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ. റെയിൻബോ ലോറിക്കിട്ടുന്ന എന്റെ പേര്. നമ്മള് സിംഗിൾ ആയോണ്ട് നമുക്കിതൊന്നും കാണാൻ നമുക്ക് ഇഷ്ടല്ല അല്ലേ? നമ്മള് സിംഗിളല്ലേ? അടിക്ക്. കള്ള ഫോൺ വിളിച്ചിട്ടേ സിംഗിളാന്ന്. മിണ്ടരുത് നിങ്ങള്. എന്താ ചേച്ചി ഓർഡർ ചെയ്തത്? ചേച്ചിയുടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നിരിക്കുന്നു. ബർത്ത്ഡേ ക്ലൈമാക്സ് ഒരു പിടുത്തം കിട്ടിയില്ല. ക്വസ്റ്റ്യൻ മാർക്കിൽ കൊണ്ടുവച്ചു. നേരത്തെ പോയി 2 ആൾക്കാർ ഇടിച്ചിടാനൊക്കെ പോയി പടത്തിന്റെ ഹാങ് ഓവറിൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരെ സൂ കാണാൻ പോവാണ്. ചെന്നൈയിലത്തെ സൂ. എവിടെയാണ് ഉള്ളത്? ഗിണ്ടി നാഷണൽ പാർക്ക്. ഗിണ്ടിയിലാണ് അപ്പൊ നമ്മൾ പോണത്. അത് കഴിഞ്ഞിട്ട് വേറെ പരിപാടി ഉണ്ട്. അപ്പൊ നമ്മള് നേരെ ഇത് ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ നേരെ പോവാണ്. ഒരു രക്ഷയില്ല ഗായ്സ്, ബ്ലോക്കിൽ കുടുങ്ങിയിരിക്കാണ്. ചെന്നൈ എന്നൊക്കെ പറച്ചിൽ തന്നെ ഉള്ളു, ഫുള്ള് ബ്ലോക്കാ. ഏകദേശം എത്താറായിട്ടുണ്ട്. അവിടെ നിന്ന് സ്ട്രേറ്റ് നോക്കിയാൽ കാണാം. അതാണ് നമ്മുടെ സംഭവം. പിന്നെ വെയിലൊട്ടുമില്ല, കണ്ടില്ല എന്റെ കോല ഫുള്ള് അവസ്ഥ. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. കൊറേ നാളായില്ലേ നമ്മള് ബ്ലോഗൊക്കെ ഇട്ടിട്ട് ചാനലില്. അതിന്റെ മൂഡ് വേണ്ടേ, അതിലിടാൻ പറ്റുള്ളൂ. അതാണ് സെറ്റ് വൈപ്പില്ല. നമ്മളൊന്ന് പാർക്ക് ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. കൊറേ ആൾക്കാർ വരുന്നുണ്ട്. എന്താണ് അതിന്റെ അകത്ത്? പോയിട്ട് വരികയാണ്. ഇതിന് വേണ്ടി വന്നത്. അത് നോക്കിയേ, ഇതില് പേപ്പട്ട കൊണ്ട് വെക്കാനാ വണ്ടി. കാല് കുത്താൻ സ്ഥലം ഉണ്ട്, കുഴപ്പമില്ല. പക്ഷെ വണ്ടി വെക്കണ്ടേ? ഫൈനലി വണ്ടി പാർക്ക് ചെയ്തു. അപ്പൊ പോവല്ലേ? പറ. അങ്ങനെ എത്തി. 60 ടിക്കറ്റിന് 60 രൂപയാണ്. നേരെ ഇങ്ങോട്ട് വരിക. ഓടിക്കേറി എടുക്കാന്ന് വിചാരിക്കണ്ട. ഇഷ്ടം പോലെ തിരക്കാണ്. അഡൾട്ടിനാണെങ്കിൽ 60, പിള്ളേർക്ക് 10. പിന്നെ വീഡിയോ ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ 200 രൂപ. പിന്നെ അവയർനെസ് അതിന് 15 രൂപ. എന്താന്ന് എനിക്ക് അറിയില്ല അവയർനെസ്. പക്ഷെ നമുക്ക് നോക്കാം. ചെക്ക് ശരത്തേട്ട ടിക്കറ്റ് എടുക്കണ്ട്. വേഗം ആക്കിയിട്ട് ശരിയാണോ? അപ്പൊ അങ്ങോട്ട് തുടങ്ങാം. ഫസ്റ്റ് ഒന്ന് കേറി കഴിഞ്ഞാൽ എന്താ കാണാനുള്ളത്? കറക്റ്റ് നമ്മള് തേക്കങ്കാട് മൈതാനത്ത് എത്തിയ അവസ്ഥ. തൃശ്ശൂരെത്തി. നിങ്ങൾ ഫോൺ വിളിക്കാൻ അങ്ങോട്ട് വന്നിട്ടുള്ളത്? അപ്പോഴേക്ക് ലൈന് വിളിച്ചു, ചെക്കൻ ഫോണിലായി. എന്താല്ലേ ലൈഫ്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോകുന്നു. നമ്മള് എന്തെങ്കിലുമൊക്കെ കാണുമ്പോ കാണിച്ചുതരാം. വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നമ്മള് കണ്ടത് എന്താണ്? മാൻ. പിന്നെ നമ്മള് കൊറേ കണ്ടിട്ടുള്ളോണ്ട് കുഴപ്പമില്ല. കൊള്ളാം. പിള്ളേർക്കൊക്കെ വൻ കൗതുകത്തിലാട്ടോ പിള്ളേർ നിൽക്കുന്നത്.
രക്ഷയില്ല, ഫുൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് നിൽക്കുകയാണ്. ശരത്തേട്ടനത് കുഞ്ഞു കുട്ടിയെ ആദ്യമായിട്ട് മാനിനെ കാണുന്ന പോലെ. ലിഗ്രറ്റിന് ഒരു കിളീനെ എത്തിയിട്ടുണ്ട്. കിളി സീനാട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായി കാണാൻ പറ്റും. ആൾക്കാർ കൂടിയിട്ട് ആൾക്കാർക്ക് ഇതിനെ വലിയ ഇഷ്ടമായി. ബാക്കിയുള്ള കിളികളൊന്നും വേണ്ട. 2 ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഐറ്റം. ഇതെന്തോ കാട്ടുണ്ട് കേട്ടോ വായ വെച്ചിട്ട്. അപ്പം അത് കണ്ടില്ലേ ഗൈസ്. ഇനി അടുത്തേക്ക് പോവാം. കുറിച്ചിട്ടുള്ള ഐറ്റംസ് ഇതാ വേണമെങ്കിൽ നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇത് വായിച്ചോ. അന്നത് മുതലാവോ ഇല്ലയോ? മുതലാക്കും. ആക്കണം. ഇത് കഴിഞ്ഞിട്ട് പരിപാടിൻ്റെ അടുത്ത് സെറ്റാക്കില്ലേ? ഒരു മുതലേന്റെ സ്ഥലത്താണ് വന്നത്. മുതലുണ്ട് എന്നൊക്കെ പറയുന്നത്, പക്ഷെ കാണുന്നില്ല ഇവിടെ. മോനെ സീന്. നമ്മളിത് കണ്ടിട്ടുള്ളതാണ് അങ്ങ് തൃശ്ശൂര്. ബട്ട് സ്റ്റിൽ ചെന്നൈയിലത്തെ മുതലേനെ നമ്മൾ കാണണല്ലോ. തുടങ്ങിണ്ട് ആശാൻ തുടങ്ങിണ്ട്. മുതലേനെ കാണാനൊന്നും സമയമില്ല. കല്ലെറിയേ ആൾക്കാർ ഇത് യൂട്യൂബിൽ ഇടാനുള്ള ഒറ്റൊന്നേ ഉള്ളൂ. ഇതിനെങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? അങ്ങനെ ബ്രീഡാവും. ബാക്കി ആൾക്കാർ വരണ്ടേ? മോശാട്ടത്. ആയിട്ടാണ് നമ്മുടെ ഗോൾഡൻ ജാക്കൽ. ഇവിടെ നല്ല മൂത്രമാണ് കേട്ടോ. ഇത് നന്നായി മൂത്രം ഒഴിക്കുന്നു മനസ്സിലായിട്ടുണ്ട്. എന്റെ മോനെ നിക്കാൻ പറ്റണില്ല. എന്റെ ചിക്കുട്ടന്റെ പോലെ ഉണ്ട്. വീട്ടില് നായ്ക്കുട്ടി ഉണ്ട്, അതിന്റെ പോലെ ഉണ്ട്. എന്താണ്, ഇഷ്ടായ? എങ്ങനെയുണ്ട്? കുട്ടി പേടിച്ചു പോയി. കുട്ടി പേടിച്ചു. ഫുള്ള് പാർക്ക് ഐറ്റംസാ. പാർക്കാണ് സത്യം പറഞ്ഞ മൊത്തത്തില്. പിള്ളേരെ കണ്ട് എല്ലാരും അടിച്ചു പൊളിക്കുക. അപ്പൊ അടുത്തായിട്ടാണ് നമ്മുടെ വൈറ്റ് പീകോക്ക്. കൊള്ളാല്ലേ, നൈസ് സാധനം. പെൺമയിലാണ് മൊത്തം. അത് ആണാണ്, ബട്ട് അത് അവിടെ ഇരിക്കുകയാണ്. തീരൊക്കെ ഉണ്ട്, നല്ല അടിപൊളി. പിന്നെ ടോയ്ലറ്റിൽ പോവാം, അപ്പുറത്തുണ്ട്. പിന്നെ എല്ലാ ബോർഡും വെച്ചിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ അവയർനെസ്സിൻ്റെ ഇത് എല്ലാം വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ആ പരിപാടിക്കൊന്നും പോകണില്ല. നമ്മൾ നേരെ കാണുക. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പരിപാടി ഉണ്ട്, സിനിമയ്ക്ക് പോകണം. അപ്പം അതിൻ്റെ പ്ലാനാണ്. ഓസ്ട്രിച്ച് ചിരിച്ചോണ്ട് പോണ്ട് കേട്ടോ. ഓസ്ട്രിച്ച് ഇവന്റെ തലയില്ലേ ഒളിച്ചിരിക്കുക കള്ള. പോയിട്ടതാ പോയി. അടുത്തത് സീൻ 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 സീൻ. ഇപ്പൊ ഇതെന്തിനാ എല്ലാരും ഓടണത് ക്യാമറ കാണുമ്പോ? ഇത് വേറെ ഡിസൈനാ അവിടെ കണ്ടേന്. ഞാൻ വിചാരിച്ച ഓസ്ട്രിച്ചിനെ ഇതാക്കി പറ്റിച്ചാ. നിങ്ങള് വെറുതെ ഉടായിപ്പൂരൊന്ന് പറയാ. ലെറ്റ്സ് ഗോ. മോനെ
ചെക്ക സീനാട്ട് എൻ്റെ മോയേ. എന്റെ പേര് മസ്കോവി ഡക്ക്. വെറൈറ്റി തരം താറാവാണ് ഗൈസ്. അടുത്ത് കുഞ്ഞൊരു ആമേനെ കണ്ട്. വെള്ളം ഇനി കളിക്കാനായിട്ട് വെള്ളമൊന്നും ഇല്ലല്ലോ. കുടിക്കാനൊരു തുണ്ട് വെള്ളം വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അവിടെ ഒരു ആമയുണ്ട്. എന്താ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റും ഇലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഉള്ള അടുത്ത ഐറ്റം. പേരാണ് സ്റ്റാർ ടോർട്ടോയ്സ്. അങ്ങനെ കൊരങ്ങനെ സീൻ. ഇത് വേറൊരു സീൻ. വൻ പോസ്റ്റാട്ടാ ചെക്കൻ നിക്കണോക്കിയത്. എവിടെ അവിടെ ഒരുത്തനുണ്ട് കേട്ടാ. എന്തോ തിന്നുണ്ട്. ദൂരെയാണ് അങ്ങനെ ക്ലിയർ ആവണില്ല. എന്തോ കാര്യമായിട്ട് എന്താ ആപ്പിൾ എന്തോ കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ വൻ പോസ്. അതേ പോയി. പിന്നെ ഹൈപ്പർ ആക്റ്റീവ് പിള്ളേരാട്ടത്. ഐ ലവ് ഗിണ്ടി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. എല്ലാവരും അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് സംഭവം. ഏകദേശം കഴിഞ്ഞു. ഇവിടെ അങ്ങനെ വല്ലാണ്ടൊന്നും ഇല്ല സത്യം പറയുകയാണെങ്കിൽ. പിന്നെ വന്ന ശരിക്കും എല്ലാം കുഞ്ഞു പാർക്കാണ്. എന്താണ് എത്രാമത്തെ ആ പാർക്ക് എന്ന് പറഞ്ഞത്? ഇന്ത്യയിലത്തെ 8th സ്മോളസ്റ്റ് പാർക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ അവരനുസരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എങ്ങടാണ് പോകേണ്ടതെന്നുള്ളൊരു ഓർഡർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ തോന്നിയ പോലെ തെറ്റിപ്പോ. ഞങ്ങളത് എക്സിറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് മുള്ളംപന്നീനൊക്കെ മിസ്സായി. മുള്ളംപന്നീനെ കാണാനില്ലല്ലോ. അതിന്റെ അകത്തുണ്ട് കേട്ടാ. മുള്ളംപന്നി അതിന്റെ അകത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. പോർക്കുപാൻ. അപ്പൊ എന്തിനാ അടുത്ത പരിപാടി? ജ്യൂസാ ചായ ആയിട്ടും കുടിക്കല്ലേ? ഇവിടെ കഫറ്റീരിയ ഉണ്ട്. നേരത്തെ കാണിച്ചൊന്നുമില്ലേ? പോയി നോക്കട്ടെ. ചായയും ഒരു കടിയും. പിന്നെ അത് പോരളിയാ. ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാ. എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ. റെയിൻബോ ലോറിക്കിട്ടാണ് എന്റെ പേര്. നമ്മള് സിംഗിൾ ആയോണ്ട് നമുക്കൊന്നും കാണാൻ നമുക്ക് ഇഷ്ടല്ല. സാരല്ല, അവരെങ്കിൽ പ്രണയിച്ച് നടക്കട്ടെ അല്ലേ? നമ്മള് സിംഗിളല്ലേ? അടിക്ക്. കള്ള ഫോൺ വിളിച്ചിട്ടേ സിംഗിളാന്ന്. മിണ്ടരുത് നിങ്ങള്. അപ്പൊ ഗായ്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞു. തിരിച്ചു പോവാണ്. ഞങ്ങള് ഒരു പപ്സും ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇപ്പൊ നടക്കാണ്. തിരിച്ചു പോവാണ്. അതാണ് ഇപ്പത്തെ പരിപാടി. അങ്ങനെയാണ്. പീസ് ഔട്ട്. ഞാൻ അടുത്ത പടം കാണാൻ പോവാണ്. ആസിഫ് അലിന്റെ പടം. എന്താണ് പേര്? കിഷ്കിന്റെ ആ സാധനം. അത് കണ്ടിട്ട് അതിന്റെ റിവ്യൂവും കാര്യങ്ങളും പറയാം എങ്ങനെയുണ്ട്. ഞാനും എൻ്റെ കസിൻ ചേച്ചിയാ പോകുന്നത് പടത്തിന്. ഇനിയിപ്പോൾ വണ്ടി പോയി എടുത്ത് ഇവിടെ നിന്ന് 10-12 കിലോമീറ്റർ ഉണ്ട്. പോയി ചരച്ചേട്ടനെ എന്നെ കൂടെ കൊണ്ടാക്കും. എന്നിട്ട് ആളെ തിരിച്ചു പോകും. പടം കഴിഞ്ഞിട്ട് ഞാൻ വല്ല റാപ്പിഡോ അങ്ങനെ വല്ലതും ബുക്ക് ചെയ്ത് പോവാം. ലഗേജ് ഒന്നും ഇല്ലല്ലോ, സുഖമായിട്ട് പോവാം. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നിങ്ങൾ ചെന്നൈയിൽ വരികയാണെങ്കിൽ ഇത് മസ്റ്റായിട്ട് വരേണ്ട ഒരു സംഭവമാണ്. കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരിക. പാർക്കുണ്ട്, പിന്നെ ജൂവിലത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ബീച്ച് മാത്രമല്ല, ഇങ്ങനത്തെ കുറേ ഐറ്റംസും ഉണ്ട്. ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോട്ടെ. വണ്ടിയൊക്കെ എന്തായോ എന്തോ.
ഇവിടെ ഉണ്ടല്ലോ വേറൊരു സംഭവം ഉണ്ട്, സ്നേക്ക് പാർക്ക്, ഇതിന്റെ തൊട്ടപ്പുറത്ത്. പക്ഷെ അത് മിസ്സായി പോയി. സ്നേക്കിന് മാത്രമായിട്ടുള്ള ഒരു പരിപാടി, അത് ക്ലോസ് ആയി. 5:30 കറക്റ്റ് ക്ലോസ് ചെയ്യും. അപ്പൊ അത് മിസ്സായി. ഇനിയിപ്പോ എന്തായാലും ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ലല്ലോ നമ്മള്. ഇത് കഴിഞ്ഞു, കാണാൻ മാത്രമൊന്നും ഇല്ല ഇവിടെ. അങ്ങനെ കുഞ്ഞ പാർക്ക്, ജസ്റ്റ് പിള്ളേരായി വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇങ്ങനെ പാർക്കിൽ പോയിട്ട് കളിക്കുക, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതിനായിട്ട് എത്ര അടിപൊളിയാണ് നമ്മുടെ തൃശ്ശൂരത്തെ സൂ. നമുക്കങ്ങനെ അടുത്തുള്ളതുകൊണ്ട് ആ വിലയില്ല എന്നുള്ളൂ, പക്ഷെ സംഭവം അടിപൊളിയായിരുന്നു കേട്ടു. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പം പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയതാ. അവിടെയാണ് നമ്മൾ വണ്ടി വെച്ചിട്ടുള്ളത്, പോയി നോക്കട്ടെ. ഈ കാക്കേനൊക്കെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട്. ഈ കാക്കയല്ല, ഇതേപോലത്തെ കാക്ക ഉണ്ടായിരുന്നില്ല അവിടെ. കൂട്ടില് കാക്കേനൊക്കെ പിടിച്ചിട്ടിരിക്കുക. കാക്കയുണ്ട്, എല്ലാരും പോയി. വന്ന സമയത്ത് ഫുള്ള് കാണിച്ചൊന്നുമില്ലേ, കാലുകുത്താൻ സ്ഥലമില്ല. അത് നമ്മുടെ അനാഥനായിരിക്കുന്നുണ്ട്. എന്റെ ഹൈ ക്വാളിറ്റി ഹെൽമെറ്റ് എടുത്ത ആരും കൊണ്ടുപോയിട്ടില്ല, സെറ്റ് സാധനം. ആൾക്കാരിത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവയ്ക്കും, തിരിച്ചു കൊണ്ട് തരും അവൻ. സംഭവം സെറ്റായി. ഒരു സാധനം കൂടി ഉണ്ടോ വെക്കണ്ട, വേലി പോയില്ലേ. ഇനിയിപ്പോ സൺഗ്ലാസ് വെച്ചിട്ട് ഭ്രാന്താൻ വരും. അപ്പൊ ലെറ്റ്സ് ഗോ. അപ്പൊ നേരെ തന്നെ വടപളിനെ കൊണ്ട് ഇറക്കാൻ പോവാണ് അല്ലേ. നെക്സസ് മോളിൽ പോട്ടെ, അവിടെ നമ്മുടെ ശ്രുതി ചേച്ചി ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു കാര്യം, ഇപ്പൊ സമയം എത്രേ? 5:30 ആയിട്ടുള്ളൂ. 5:45, 6 മണി. ഇല്ല, ശ്രുതി ചേച്ചിനെ ഞങ്ങൾ കണ്ടുമുട്ടി ലാസ്റ്റ്. ചേച്ചി ഇതെന്തോ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്താ ചേച്ചി ഓർഡർ ചെയ്തത്? ഇത് യൂട്യൂബിൽ ഇടാനാട്ടോ, സത്യാണ്. ഞാൻ ഫുള്ള് വ്ളോഗിങ്ങാ. ജൂനിയർ അപൂർവ കീരിയോട്ട്. ചേച്ചിയുടെ ഗിഫ്റ്റൊക്കെ ആയിട്ട് തന്നിരിക്കുന്നു ബർത്ത്ഡേ. ഞാൻ പറഞ്ഞില്ലത് ഗിഫ്റ്റ് വേണമെന്ന്. ഞാൻ പറഞ്ഞൂടാ, വിഷ് ചെയ്തില്ല. അടുത്ത ദിവസമാണ് ലേറ്റ് ആയി, അപ്പൊ അതിന് ഗിഫ്റ്റായി വന്നത്. ഞങ്ങളിത് പടം കാണാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ചേച്ചിന്റെ പേര് പലാസോ എന്നാണ് ഇതിന്റെ പേര്. പൊക്കോണ്ടിരിക്കുകയാണ്. ഗൗഡി നയനിലാണ് കിട്ടിയില്ല, PVR പലാസോ. ചേച്ചി ഞാനത് വെറുതെ എടുക്കാന്ന് വെച്ചിട്ട്, നമ്മള് യൂട്യൂബിൽ ഇടുന്ന കാര്യം അറിയില്ല. പാട്ടുകാരി നമ്മുടെ മെയിൻ. അങ്ങനെ പടമൊക്കെ കണ്ടു കഴിഞ്ഞ് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി പടം? സൂപ്പർ പടമായിരുന്നു. പക്ഷെ ക്ലൈമാക്സ് ഒരു പിടുത്തം കിട്ടിയില്ല, ക്വസ്റ്റ്യൻ മാർക്കിൽ കൊണ്ടുവച്ചു. ക്ഷമിക്കണം ഗൈസ്, ചേച്ചിക്ക് ചെറുതായ പടം കണ്ടതിന് ആ ഹാങ് ഓവറിൽ ഇപ്പോഴും. നേരത്തെ പോയി 2 ആൾക്കാർ ഇടിച്ചിടാനൊക്കെ പോയി പടത്തിന്റെ ഹാങ് ഓവറിൽ. എന്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയാം, നിങ്ങൾ വലിയ ഡയലോഗ് ഒന്നും അടിക്കണം. ഞങ്ങളൊരു ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞ് പോവാണ്. എങ്ങടെ ചേച്ചി പോണം? മെട്രോ കയറിയിട്ട് അറുമ്പക്കം പോവാ. മെട്രോ കയറിയിട്ട് ചേച്ചിനെ കൊണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് റാപ്പിഡോ പിടിച്ച് ഹോസ്റ്റലിൽ പോകും. ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ബൈ, സീ യു, ടേക്ക് കെയർ.